ആർ മണിക്കുട്ടനിലേക്ക് പോവുകയാണ്. ശ്രീ മണിക്കുട്ടൻ, NSSന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സുകുമാരൻ നായർ പലപ്പോഴായി പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതേ സുകുമാരൻ നായർ തന്നെയാണ് ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്ത് എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതേ സുകുമാരൻ നായർ തന്നെയാണ് ശശി തരൂരിനെ ഡൽഹി നായർ ആക്കിയിരുന്നത്. അദ്ദേഹം അങ്ങനെ ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അത് മാറ്റിയിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു സംഘടനാ മേധാവി എന്ന നിലയിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് തന്നെയാണ് VD സതീശനും പറഞ്ഞു വെക്കുന്നത്. ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ അദ്ദേഹം എന്ത് ലക്ഷ്യം വെച്ചാണ് ഈ തുടർച്ചയായ പ്രതികരണങ്ങൾ, അതും കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മാത്രം നടത്തുന്നത്? ഒരു കാര്യം ഞാൻ ആമുഖമായി പറയുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം NSSന്റെ ജനറൽ സെക്രട്ടറി ആണെങ്കിലും അദ്ദേഹം എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ അദ്ദേഹത്തിന്റെ മാത്രം നിലപാടുകളാണ്. അദ്ദേഹത്തിന്റെ ഒരു നിലപാടുകളോടും യോജിക്കുന്നവരല്ല ഈ നായർ സമുദായത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകളും. അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം നിലപാടുകൾ മാറ്റുന്നതിനൊപ്പം മാറ്റാൻ പറ്റുന്നവരല്ല ഈ സമുദായത്തിലെ ഒരുപക്ഷെ ഒരാൾ പോലും. പക്ഷേ ഇവിടെ ഊതി വീർപ്പിച്ച ഒരു പ്രതിച്ഛായ ഉണ്ട് അദ്ദേഹത്തിന്. അത് കേരളത്തിലെ അച്ചടി മാധ്യമങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന ഒരു പ്രാധാന്യമാണ്. ഞാൻ 5-6 വർഷക്കാലം പത്തനംതിട്ട ജില്ലയിൽ ഒരു അച്ചടി മാധ്യമത്തിന്റെ ലേഖകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ അച്ചടി മാധ്യമ രംഗത്തെ ആളുകൾക്ക് കിട്ടുന്ന ചില സൗജന്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അഡ്മിഷൻ അല്ലെങ്കിൽ ചില ജോലികൾ, അങ്ങനെയൊക്കെ കിട്ടുന്ന ചില സൗഭാഗ്യങ്ങളുടെയും സൗജന്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വളരെയധികം ഊതി വീർപ്പിച്ച് ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അങ്ങനെ പരക്കെയൊക്കെ പറയാൻ സാധിക്കുമോ ശ്രീ മണിക്കുട്ടൻ? കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം സുകുമാരൻ നായരുടെ സൗജന്യം പറ്റിയാണ് ഈ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത് എന്നാണോ യഥാർത്ഥത്തിൽ? ഞാൻ എല്ലാവരും എന്ന് പറഞ്ഞില്ല, അങ്ങനെ പറ്റി ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ അതിന്റെ ഒരു രക്തസാക്ഷിയാണ്. താങ്കൾ ഇപ്പോഴും NSSന്റെ ഭാരവാഹി തന്നെയാണല്ലോ അല്ലെ? ഞാൻ NSSന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആണ്. ഈ സംഘടനയ്ക്കകത്തെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായി, കൊള്ളരുതാഴികൾക്കെതിരായി ഈ ഹൈറേഞ്ച് താലൂക്ക് യൂണിയൻ, 4 റവന്യൂ താലൂക്ക് ഉൾപ്പെടുന്ന ഹൈറേഞ്ച് താലൂക്ക് യൂണിയനിലെ മുഴുവൻ സമുദായാംഗങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് NSSനെതിരായി പോരാട്ടത്തിലാണ്. തിരുവോണനാളിൽ ഞങ്ങൾ ഉപവസിച്ചു. മന്നം ജയന്തി 1500 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഹൈറേഞ്ചിൽ നടത്തി. പക്ഷേ ഒരച്ചടി മാധ്യമവും കഴിഞ്ഞ 7 മാസക്കാലമായി ഈ വാർത്തകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യില്ല. താങ്കൾ എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ദയവായി എന്നെ പോലെയുള്ളവരെങ്കിലും അതുകൊണ്ട് മാറ്റി നിർത്തണം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അച്ചടി മാധ്യമ രംഗത്തെ ചില മാധ്യമ പ്രവർത്തകർ എന്നോട് ഇടുക്കിയിലെ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ പറഞ്ഞു, എന്ത് ചെയ്യാൻ ചേട്ടാ, കൊടുത്താ എടുക്കുകയില്ല, കാരണം ഞങ്ങളെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, സുകുമാരൻ നായർ സാറിനെതിരായിട്ടുള്ള വാർത്ത തരരുത്, കൊടുക്കാൻ പറ്റുകയില്ല. എന്തായാലും ന്യൂസ് 18 അങ്ങനെ സംസാരിക്കില്ല. താങ്കൾക്ക് അത്തരം വിമർശനങ്ങൾ ഉണ്ടായെങ്കിൽ ധൈര്യമായി തന്നുകൊള്ളൂ. ഞാൻ എടുത്തു പറഞ്ഞു, അച്ചടി മാധ്യമം എന്ന് പറഞ്ഞു. അതെ അല്ല, ഇന്നിപ്പോൾ പുതിയ കാലഘട്ടമല്ലേ ശ്രീ മണിക്കുട്ടൻ? നമുക്ക് പറയാനൊരു മാധ്യമം പോലും വേണ്ട. ഇപ്പോൾ സോഷ്യൽ മീഡിയകളുടെ കൂടി കാലമാണ്. സമൂഹ മാധ്യമങ്ങളുണ്ട്, അത്തരം കൂട്ടായ്മകളുണ്ട്, വലിയ ഇടങ്ങളുണ്ട്. ഞാനതൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാൻ വിഷയത്തിലേക്ക് വരാം. വരൂ. ഇത് സംഘടനയുടെ നിലപാടല്ല എന്ന് ഞാൻ പറയുവാൻ കാരണം, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകളൊന്നും ആ സംഘടനയുടെ ഒരു വേദികളിലും ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതിന്റെ ഒരു പരമാധികാര സഭയാണ് അതിന്റെ പ്രതിനിധി സഭ. ഞാൻ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലധികമായി ആ പ്രതിനിധി സഭയിൽ അംഗമാണ്. ഇത്തരം രാഷ്ട്രീയ നിലപാടുകളൊന്നും അവിടെ ചർച്ച ചെയ്ത് എടുക്കുന്നതല്ല. ഈ സമുദായത്തിലെ ഒരു വ്യക്തിയോടും അഭിപ്രായം ചോദിക്കാറില്ല. ആ ഡയറക്ടർ ബോർഡിൽ തന്നെ ഉള്ള ഒരു വലിയ ഭൂരിപക്ഷം ആളുകൾ ഇദ്ദേഹം നിലപാട് മാറ്റുന്നതിനനുസരിച്ച് നിലപാട് മാറ്റാൻ പറ്റുന്നവരല്ല. നമ്മുടെ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ സഹോദരൻ ഡയറക്ടർ ബോർഡിലുണ്ട്. ഇദ്ദേഹം നിലപാട് മാറ്റുന്ന പോലെ ഓരോ ദിവസവും മാറ്റാൻ പറ്റുമോ? പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ KB ഗണേഷ് കുമാർ, ഇദ്ദേഹം മാറ്റുന്നത് പോലെ ഓരോ ദിവസവും നിലപാട് മാറ്റാൻ പറ്റുമോ? അങ്ങനെ സമുദായത്തിലെ ആർക്കും ഇദ്ദേഹത്തിനൊപ്പം നിലപാട് മാറ്റാൻ സാധ്യമല്ല എന്നു മാത്രമല്ല, ഇദ്ദേഹം എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ ഒന്നും തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ശ്രീ മണിക്കുട്ടൻ, താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെ ഒരു സംഘടനയിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അപ്പോഴും ഒരു ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ സാധാരണ നിലപാടുകൾ പറയാറുള്ളത്? അങ്ങനെയല്ല എന്നാണോ താങ്കൾ പ്രതികരിക്കുന്നത്? സംഘടനയിൽ അങ്ങനെ ഒരു ഭൂരിപക്ഷ അഭിപ്രായം ഇല്ല. കാരണം ചർച്ചയില്ലാതെ എങ്ങനെ ഭൂരിപക്ഷ അഭിപ്രായം ഉണ്ടാകും? നമ്മൾ നോക്കൂ, കഴിഞ്ഞ 3-4 പതിറ്റാണ്ടിനിടയിൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ള വിവാദപരമായ പല നിലപാടുകൾ, അതിൽ ഏതെങ്കിലും ഒന്ന്
ഈ സമുദായത്തിന്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടിയായിരുന്നോ? ഇന്ന് ശശി തരൂരിനെ ഉയർത്തി പറയുക, രമേശ് ചെന്നിത്തലയെ മോശക്കാരനാക്കുക, ഇവിടുത്തെ ഒരു സാധാരണ നായർ സമുദായത്തിന് അതുകൊണ്ട് എന്ത് ഗുണമാ കിട്ടാൻ പോകുന്നേ? അങ്ങനെ കഴിഞ്ഞ ഒരു 3-4 പതിറ്റാണ്ടായി ഇദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകളൊക്കെ അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ. നമ്മൾ നോക്കൂ, ഒരു ഉദാഹരണം, ശശി തരൂര് പ്രഗത്ഭനാണ് എന്ന് മനസ്സിലാക്കുവാൻ ഇദ്ദേഹത്തിന് 10 വർഷക്കാലം വേണ്ടി വന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് യഥാർത്ഥ വിശ്വപൗരനായി കേരളത്തിൽ ലാൻഡ് ചെയ്ത ശശി തരൂരിനെ കേരളത്തിലെ മുഴുവൻ ആളുകളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സത്യസന്ധമായി ആത്മാർത്ഥമായി വിശ്വപൗരൻ എന്ന് പറഞ്ഞു. അന്ന് ഇദ്ദേഹം അധിക്ഷേപിച്ചു. അന്ന് അധിക്ഷേപിച്ചത് മറ്റാർക്കോ വേണ്ടിയാ. ഇന്ന് 10 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പറയുന്നു അദ്ദേഹം വിശ്വപൗരനാണ്, പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളാ. 10 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു ഇമേജ് ഇന്ന് ശശി തരൂരിന് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുൻപിലില്ല. 10 വർഷം രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഇന്നതിലൂടെ ഉണ്ടായ പ്രതിച്ഛായ നഷ്ടം, വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ പല വിവാദങ്ങൾ, അദ്ദേഹം എഴുതിയ പുസ്തകത്തിലെ വിവാദം ഉൾപ്പെടെ 10 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു പ്രതിച്ഛായ ഇന്ന് ശശി തരൂരിനില്ല. അപ്പോഴാണ് NSSലെ ജനറൽ സെക്രട്ടറി പറയുന്നു അദ്ദേഹം വിശ്വപൗരനാണ്, അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകണം. ഇത് മനസ്സിലാക്കാൻ തന്റെ സ്വന്തം സമുദായത്തിലെ ഒരു പ്രഗത്ഭനായ വ്യക്തിയെ തിരിച്ചറിയാൻ 10 വർഷക്കാലം വേണ്ടി വന്നുവെങ്കിൽ അതൊന്നും അദ്ദേഹത്തിന്റെ കഴിവുകൾ കൊണ്ടല്ല, അതൊക്കെ വളരെ വളരെ തട്ടിക്കൂട്ടിയ അല്ലെങ്കിൽ അതിന്റെയൊക്കെ പിന്നിൽ അജണ്ടയുണ്ട്. ആ അജണ്ട എന്തെന്ന് ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് വളരെ പെട്ടെന്ന് വരാം. ഞാൻ ഗൂഗിൾ ചന്ദിലേക്ക് ഉൾപ്പെടെ പോകണമെന്ന് കരുതിയതാണ്. അതിനു മുമ്പ് ശ്രീജിത്ത് പണിക്കർ ഇപ്പോൾ മണിക്കുട്ടൻ താങ്കൾ എന്താണ് പറഞ്ഞത്? അദ്ദേഹം ഈ കഴിഞ്ഞ 3-4 പതിറ്റാണ്ടുകൾക്കിടയിൽ ഞാൻ അതിലേക്ക് വരാം. ആ അജണ്ട എന്തെന്ന് താങ്കൾക്ക് പറയാനുണ്ടാകും. അതെന്തുമാകട്ടെ, ഞാനൊന്ന് ശ്രീജിത്ത് പണിക്കറിലേക്ക് പോകുന്നു. നിലപാടുകൾ എടുക്കുമ്പോഴും ബലിയാടുകളായിട്ടുള്ളവർ ഈ സമുദായത്തിലെ പ്രഗത്ഭരാ. ശ്രീ മണിക്കുട്ടൻ, ഞാൻ താങ്കളിലേക്ക് വരാം.